ഈ യുദ്ധത്തിനൊടുവിൽ ഹോർമുസ് കടലിടുക്ക് ഇനി ഒരു ടോൾ ഗേറ്റായി മാറുമോ? സാമ്പത്തികമായി ഇറാനിന് നേട്ടമുണ്ടാകുന്ന രീതിയിലാവുമോ ഇനി കാര്യങ്ങൾ? വെടിനിർത്തലിന് വേണ്ടി ഇറാൻ മുന്നോട്ട് വെച്ച കണ്ടീഷൻസിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ഹോർമുസ് കടലിടുക്കിനെ അവർ തുടർന്നും നിയന്ത്രിക്കുമെന്നതാണ്. മാത്രമല്ല, ഹോർമുസിലൂടെ കടന്നു പോകുന്ന ഓരോ ചരക്ക് കപ്പലിൽ നിന്നും $20 ലക്ഷം വീതം പിരിക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നത് എന്ന് പറയുന്നു. അതായത് ഏകദേശം 18.5 കോടി രൂപ. ഒരു വലിയ എണ്ണ കപ്പലിൽ സാധാരണ നിലയ്ക്ക് 20 ലക്ഷം ക്രൂഡ് ഓയിൽ ബാരലുകളാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു ബാരലിന് ഏകദേശം $1 വെച്ച് ടോൾ നൽകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കപ്പലുകൾക്കുള്ള ഇൻഷുറൻസ് തുകയും വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹോർമുസ് വഴിയുള്ള ചരക്ക് നീക്കം ഇനി പഴയതുപോലെ ആവാൻ ചാൻസ് ഇല്ല, ചെലവേറാനാണ് സാധ്യത. ഇങ്ങനെയൊരു ടോൾ വന്നാൽ അത് ഫലത്തിൽ അമേരിക്കയ്ക്ക് വലിയ അടിയാവും എന്ന് ഉറപ്പാണ്. കാരണം ഇറാൻ ടോൾ പിരിക്കുകയാണെങ്കിൽ അത് ചൈനീസ് കറൻസിയായ യുവാനിലാവാനേ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ. എന്തായാലും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഡോളറിനെ ഒഴിവാക്കുന്ന ഡോളറൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് ഇത് കൂടുതൽ പ്രോത്സാഹനമാവും. അതായത് അമേരിക്കയ്ക്കും ഡോളറിനും ഒരു വലിയ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ യുദ്ധം മൂലം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. തങ്ങളാണ് യുദ്ധം ജയിച്ചത് എന്ന് അമേരിക്കയും ഇറാനും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. ആര് ജയിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, തോറ്റത് ആഗോള വിപണിയാണ്. യുദ്ധം മൂലം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടായ പരുക്കുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ബി2 ഹാർട്ട് ഫോളോ ചെയ്യാം.